നമസ്കാരം. നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ കർക്കിടക ചികിത്സ എങ്ങനെയൊക്കെ പോസിബിൾ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഒരുപാട് തരം കിഴികളെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അന്നത് ഒരു ഓവർവ്യൂ ആണ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഞാൻ ഓർത്തു നമുക്കതിന്റെ ഇലക്കിഴിയെ കുറിച്ചൊന്ന് ഇൻ ഡീറ്റെയിൽ നമുക്ക് മനസ്സിലാക്കാം. ഇലക്കിഴി എന്തിനെല്ലാമാണ് ഉപയോഗിക്കുന്നതെന്നും അത് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതും ആണ് ഈ വീഡിയോയുടെ ഡിസ്കഷൻ ടോപ്പിക്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഇലക്കിഴി? ഔഷധ യുക്തമായിട്ടുള്ള ഇലകള് വാട്ടിയ ശേഷം ഒരു കിഴിക്കുള്ളിലാക്കിയതിനു ശേഷം നമ്മൾ കിഴി കുത്തുന്നതിനെയാണ് ഇലക്കിഴി എന്ന് പറയുന്നത്. ആ സമയത്ത് പലതരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ അതിനകത്ത് ഉപയോഗിക്കാറുണ്ട്. ഒരു ജനറൽ സെൻസിൽ ഉപയോഗിക്കുന്നത് നമ്മൾ മെഡിക്കലഡ് ആയിട്ടുള്ള ഓയിൽ ഒഴിക്കുന്നു. അതിനുശേഷം ഈ പറയുന്ന പോലെ തന്നെ മെഡിസിനൽ പ്ലാന്റ്സിന്റെ ലീവ്സ് അതിനകത്തേക്ക് ഇട്ട് വറുത്ത ശേഷം അതിനകത്ത് തേങ്ങയും മഞ്ഞൾപ്പൊടി, ഉലുവ, കടുക് ഇതെല്ലാം പൊടിച്ചിട്ടതും ഉണ്ടുപ്പും ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇലക്കിഴിയുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അതിനകത്ത് നമുക്ക് ഇംപ്രവൈസേഷൻ സാധ്യമാണ്. മേ ബി നമുക്ക് അതിന്റെ കൂടെ നമുക്ക് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ചൂർണങ്ങൾ, അതായത് ഔഷധ ചൂർണങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അതേപോലെ ഏതെല്ലാം ഇലകൾ ഉപയോഗിക്കാം എന്നുള്ളത് ഓരോ വൈദ്യന്റെയും യുക്തിക്ക് അനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി പറ്റും. ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഇല എന്ന് പറയുന്നത് ആവണക്കിന്റെ ഇലയാണ്. പിന്നെയുള്ളത് നമ്മുടെ അതേപോലെ സ്ഥിരമായിട്ട് കണ്ടുവരുന്നത് നമ്മുടെ കരുന്നുച്ചിയുടെ ഇലയാണ്. പിന്നെ പുളിയിൽ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ആവശ്യമുണ്ടെങ്കിൽ തഴുതാമയിൽ ഉപയോഗിക്കാം. അതേപോലെ മുരിങ്ങയില, സ്വെല്ലിംഗ് ഓഫ് കൂടുതലുള്ള കണ്ടീഷൻസ് ഒക്കെ ആണെങ്കിൽ മുരിങ്ങയിലയും കൂടെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇത്തരത്തിൽ വിവിധങ്ങളായിട്ടുള്ള ഇലകളാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അതിനകത്തേക്ക് ഉപയോഗിക്കുന്ന ഔഷധ ചൂർണം ഏത് വേണമെന്ന് നമുക്ക് ഓരോ വൈദ്യന്റെ യുക്തിക്ക് അനുസരിച്ച് തീരുമാനിക്കാൻ വേണ്ടി പറ്റും. ഇനി ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചാല് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ വാസോ ഡയലേഷനെ കുറിച്ച് മനസ്സിലാക്കാം. അതായത് നമ്മുടെ എണ്ണയിൽ മോസ്റ്റ്ലി എണ്ണയിൽ മുക്കിയിട്ടാണ് ഈ ഇലക്കിഴികളൊക്കെ ഉപയോഗിക്കാറുള്ളത്. ഈ സമയത്ത് ചൂടായ കിഴി നമ്മുടെ ശരീരത്തിൽ തട്ടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെയുള്ള രക്തചംക്രമണം വർദ്ധിക്കും. കാരണം നമ്മുടെ വാസോ ഡയലേഷൻ, രക്തക്കൊഴലുകൾക്ക് വികാസം സംഭവിക്കും. അതുവഴിയുള്ള ബ്ലഡ് ഫ്ലോ കൂടുകയും ചെയ്യും. അതിന്റെ ഭാഗമായിട്ട് ടിഷ്യൂവിൽ അടഞ്ഞുകൂടിയിട്ടുള്ള എക്സ്ട്രാ ഉള്ള നീരും കാര്യങ്ങളൊക്കെ ബ്ലഡിലേക്ക് അബ്സോർബ് ആവാനും തിരിച്ച് നമ്മുടെ യൂറിൻ വഴി പുറത്തേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി അത് മാത്രമല്ലാതെ ഈ സ്കിന്നിന്റെ മുകളിലുള്ള നമ്മുടെ പോഴ്സ് എല്ലാം ഒന്ന് ഓപ്പൺ ആവും, ഒന്നുകൂടെ വികസിക്കുകയും അതുവഴി ഈ മരുന്നുകളുടെ അകത്തുള്ള ഈ ഔഷധ സസ്യങ്ങളുടെ ഇലയിലുള്ള ഫൈറ്റോ ആൽക്കലോയിഡ്സ്, അത് പൊതുവെ ഫാറ്റ് സൊല്യൂബിൾ ആണ്. അത്തരത്തിലുള്ള മെഡിസിനൽ കണ്ടന്റ് എന്താണോ അത് ഈ പോഴ്സ് വഴി അബ്സോർബ് ചെയ്യപ്പെടാനുള്ള ചാൻസസ് കൂടുതലാണ്. അതായത് ഒരു ട്രാൻസ് ഡെർമൽ അബ്സോർപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ് അവിടെ നടക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഇത് പ്രധാനമായിട്ട് ആക്ട് ചെയ്യുന്നത്. പിന്നെ പെയിൻ റിലീവിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് മെയിൻലി നമ്മുടെ പെയിൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു പാത്ത് ഉണ്ട്. അതേപോലെ തന്നെ സ്ലോ പാത്വേസ് ഉണ്ട്. അതായത് ബി ആൻഡ് സി ഡെൽറ്റ പാത്വേസ് ഒക്കെ. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനിലേക്ക് ഞാൻ പോകുന്നില്ല. ഇത്തരത്തിൽ നമ്മുടെ പെയിൻ ഉള്ള സ്ഥലത്ത് നിന്നും ബ്രെയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ട്രാൻസ്പോർട്ട് മെക്കാനിസം ഉണ്ടാവും. അതിനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് ഈ പറയുന്ന പോലെയുള്ള ഈ മസിൽ സ്റ്റിമുലേഷൻ, നമ്മൾ കിഴി കുത്തുന്ന സമയത്ത് ഉണ്ടാവുന്ന മസിൽ സ്റ്റിമുലേഷൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി മറ്റൊരു രീതിയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റിഫ്നെസ് ഒക്കെ പോകുക എന്നുള്ളതാണ്. ആ സ്റ്റിഫ്നെസ് എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ സന്ധികളിലുള്ള സൈനോവിയൽ ഫ്ലൂയിഡിന്റെ വിസ്കോസിറ്റി. സന്ധികൾ എന്ന് പറഞ്ഞാൽ രണ്ട് എല്ല് ഇങ്ങനെ ഇരിക്കുന്നു, അതിനെ കവർ ചെയ്തൊരു ക്യാപ്പ് ഉണ്ട്. അതിനുള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഫ്ലൂയിഡ് കണ്ടന്റ്, അതായത് ഒരു ദ്രവമാണ് ഈ സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ സൈനോവിയൽ ഫ്ലൂയിഡ് ഭയങ്കര വിസ്കസ്, അതായത് കട്ടിയോട് കൂടിയിരിക്കുന്ന സാധനത്തിനെ ഒന്ന് ലൂസ് ആക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ മൊബിലിറ്റി കൂടും. അതായത് നമുക്ക് ചലിക്കാനുള്ള കപ്പാസിറ്റി കൂടുന്നുണ്ട്. അങ്ങനെയാണ് ഒരു കല്ലിപ്പ് അല്ലെങ്കിൽ സ്റ്റിഫ്നെസിന്റെ ഒക്കെ ഈ പോർട്ടലിസ് വരുന്നത്, അതായത് ഇലക്കിഴി ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ആയുർവേദ പെർസ്പെക്റ്റീവിലേക്ക് നോക്കുകയാണെന്ന് വെച്ചാൽ ഇതൊരു വാത കഫ ശാമകമാണ്. ഇപ്പൊ നമ്മൾ വാദം, പിത്തം, കഫം എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും ചെറിയ ഒരു ആസ്പെക്ട് ആയിരിക്കും നമുക്ക് അറിയുന്നുണ്ടാവുക. വാദം എന്ന് പറഞ്ഞാൽ സന്ധിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ കഫം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പ്യൂട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ പിത്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൈജസ്റ്റീവ് ജ്യൂസ് ആണ്. ഇങ്ങനെയായിരിക്കും നമ്മുടെ കോൺസെപ്റ്റ് ഉണ്ടാവുക. പക്ഷെ അങ്ങനെയല്ല, വളരെ വലിയൊരു ബ്രോഡായിട്ടുള്ള പെർസ്പെക്റ്റീവ് അതിനൊക്കെ ഈ വാത കഫ പിത്തത്തിനൊക്കെ ഉണ്ടെന്നുള്ളതാണ്. ഇതിൽ കഫം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സ്പ്യൂട്ടം മാത്രമല്ല, ഈവൻ സന്ധികളിലുള്ള സ്ലൈമി ആയിട്ടുള്ള ഫ്ലൂയിഡ്, എനിത്തിങ്, അങ്ങനെയുള്ള എന്ത് സാധനവും നമ്മുടെ കണ്ണിനുള്ളിലുള്ള ഫ്ലൂയിഡ് ആവട്ടെ, ഇതെല്ലാം തന്നെ നമ്മുടെ ഈ കഫം എന്ന് പറയുന്ന സാധനത്തിനകത്തേക്ക് വരുന്നതാണ്. രണ്ടാമത് പിത്തം എന്ന് പറയുമ്പോൾ ഏത് മെറ്റബോളിക് ആക്ടിവിറ്റീസിനെ ഹെൽപ്പ് ചെയ്യുന്ന എന്ത് സാധനവും പിത്തങ്ങളുടെ ഗണത്തിൽ വരുന്നതാണ്. ഇനി മൂന്നാമത്തത് വാദമാണ്. വാദം എന്ന് പറഞ്ഞാൽ സെൻസറി ന്യൂറൽ പെർസെപ്ഷന് ഹെൽപ്പ് ചെയ്യുന്ന എന്തൊന്നും വാദവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മാത്രമല്ല നമ്മുടെ മോഷനെ ഹെൽപ്പ് ചെയ്യുന്ന എന്തും അത് വാദവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുകൊണ്ടാണ് പ്രത്യേകിച്ചും ജോയിന്റ് അല്ലെങ്കിൽ നമ്മുടെ സ്കെലിറ്റൽ ഡിസീസിനകത്തൊക്കെ വാദരോഗങ്ങളായിട്ട് നമ്മൾ പലപ്പോഴും പറയാറുള്ളത്. അപ്പോൾ വാത കഫ ശാമകമാണ്. അതേപോലെ തന്നെ
സ്രോതസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽസ് ആണ്, നമ്മുടെ ശരീരത്തിനുള്ളിലൂടെ പോകുന്ന ചാനൽസ് ആണ്. അവിടെയുള്ള ടോക്സിൻസിനൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഇലക്കിഴി എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ബേസിക് ആയിട്ട് എന്താണ് ഇലക്കിഴി എന്നുള്ളത് മനസ്സിലായി. അത് എങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു മോഡേൺ പെർസ്പെക്റ്റീവിൽ എങ്ങനെ മനസ്സിലാക്കാം, അതേപോലെ ആയുർവേദ പെർസ്പെക്റ്റീവിൽ എങ്ങനെ മനസ്സിലാക്കാം, ഏറ്റവും ബേസിക് ആയ രീതിയിലാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഇതിനകത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാൻ വേണ്ടി പറ്റും. ഇനി രണ്ടാമതൊരു കാര്യം പറയാനുള്ളത്, ഇതിന് നമ്മളിപ്പം എന്തെങ്കിലും അഭിഘാതങ്ങൾ, എന്തെങ്കിലും ക്ഷതങ്ങളോ കാര്യങ്ങളോ പറ്റിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇലക്കിഴികൾ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊരു ഡിസ്കഷൻ ടോപ്പിക് തന്നെയാണ്. അതൊരു മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇലക്കിഴിയെ കുറിച്ച് പറയാനുള്ളത്. നമ്മൾ പൊതുവെ ജോയിന്റ് ഡിസോർഡേഴ്സിലൊക്കെ ഇത് നന്നായിട്ട് ഉപയോഗിക്കാറുണ്ട്, നല്ല രീതിയിൽ ഫലവത്തായിട്ട് അത് കാണാറുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ മെറ്റബോളിസം ആക്ട് ചെയ്യാത്തൊരു സമയത്ത് കുറച്ചുകൂടി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള മെഡിസിൻസ് നമ്മുടെ ജോയിന്റ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ ഇലക്കിഴി പോലുള്ള കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഡയറക്റ്റ് ആയിട്ട് ഒരു ഓയിൽ ആപ്ലിക്കേഷനേക്കാളും കൂടുതലായിട്ട് ട്രാൻസ്ഡെർമൽ അബ്സോർപ്ഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇലക്കിഴി എന്ന് പറയുന്നത്. ഹോപ്പ് യു ഓൾ ഗോട്ട് മൈ പോയിന്റ്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.